A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഇക്കണോമിക്സിലെ സെക്കൻഡ് പാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള പാട്ട് ഇടുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്സാണ് ഞങ്ങൾക്ക് അറിയാത്തത് എന്നുള്ളൊരു അഭിപ്രായം പലരും പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും അഭ്യർത്ഥനയും മാനിച്ചും ഒപ്പം തന്നെ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് മെയിൽ എന്നുള്ളത് ജൂലൈയിലേക്ക് മാറ്റിയതായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അവസാനത്തിലേക്ക് വെച്ചതിൻ്റെ കാരണവും അതുതന്നെയാണ്. നമുക്കത് ഓർമ്മയിൽ നിൽക്കാനായിട്ട് അവസാനം പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തിലേക്ക് വെച്ചത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണിത്. നമ്മൾ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ തീരൂ. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനെ രണ്ട് രീതിയിൽ നിർവചിക്കാറുണ്ട്, ബഹുവചനത്തിലും ഏകവചനത്തിലും. ബഹുവചനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവരങ്ങൾ അഥവാ ദത്തങ്ങൾ. പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ കയറ്റുമതി എത്രയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പണപ്പെരുപ്പ നിരക്ക്, ഇറക്കുമതി എത്രയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, എത്ര കോളേജുകളുണ്ട്, എത്ര ആശുപത്രികളുണ്ട്, ഇങ്ങനെ ഉള്ള വിവരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ബഹുവചനാർത്ഥത്തിൽ പറയുന്നത്. ഇനി ഏകവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏകവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദത്തങ്ങളുടെ ശേഖരണം, അവതരണം, അപഗ്രഥനം, വിശുദ്ധീകരണം തുടങ്ങിയവയെക്കുറിച്ച്, അല്ലെങ്കിൽ അത് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഡേറ്റയെ ശേഖരിക്കും, അവതരിപ്പിക്കും, അപഗ്രഥിക്കും, വിശദീകരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകവചനാർത്ഥത്തിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബഹുവചനാർത്ഥത്തിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കിട്ടി. ഇത് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അതിൻ്റെ മീനിങ് ബഹുവചനാർത്ഥത്തിലും ഏകവചനാർത്ഥത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദത്തങ്ങൾ പലതരത്തിലുണ്ട്. ദത്തങ്ങളെ രണ്ട് തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗുണാത്മക ദത്തങ്ങളെന്നും പരിമാണാത്മക ദത്തങ്ങളെന്നും. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത് അളക്കാൻ പറ്റുന്ന ദത്തങ്ങളെയാണ് പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ വയസ്സ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വരുമാനം, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വില, ഇതൊക്കെ അളക്കാൻ പറ്റും, അക്കക്കണക്കിൽ അളക്കാൻ പറ്റും. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പരിമാണാത്മക ദത്തങ്ങൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. ചില കാര്യങ്ങളുണ്ട് അത് അളക്കാൻ പറ്റില്ല, അത് കമ്പയർ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അതായത് ബുദ്ധിശക്തി, ഒരാളേക്കാൾ അധികം ബുദ്ധിശക്തി അടുത്ത ആൾക്കുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യം, ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തേക്കാൾ അടുത്ത വ്യക്തിക്ക് സൗന്ദര്യം കൂടുതലുണ്ട്. അതുപോലെ തന്നെ സ്വഭാവം, ഒരു വ്യക്തിയുടെ സ്വഭാവത്തേക്കാൾ അടുത്ത വ്യക്തിയുടെ സ്വഭാവം നല്ലതാണ്. ഇങ്ങനെ കമ്പാരിസൺ, താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗുണാത്മക ദത്തങ്ങൾ, എന്താണ് പരിമാണാത്മക ദത്തങ്ങൾ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത് അളക്കാൻ പറ്റുന്ന ദത്തങ്ങളാണ്. പരിമാണാത്മക ദത്തങ്ങൾ അളക്കാൻ പറ്റാത്തത്, കമ്പയർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ തരും. അതായത് ഒരു വ്യക്തിയുടെ സൗന്ദര്യം, ബുദ്ധിശക്തി, സത്യസന്ധത, ഒരു വിദ്യാർത്ഥിയുടെ ഉയരം, തൂക്കം, മാർക്ക്, ഇങ്ങനെയൊക്കെ തന്നിട്ട് ഇതിനെ ഗുണാത്മക ദത്തങ്ങളായിട്ടും പരിമാണാത്മക ദത്തങ്ങളായിട്ടും പട്ടികപ്പെടുത്തുക എന്നാണ് സാധാരണ ചോദിക്കാറ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട്, ഒരു രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ മനസ്സിലാക്കാനായിട്ട്, ഒരു രാജ്യത്തിലെ ദാരിദ്ര്യം അളക്കാനായിട്ട്, സാമ്പത്തിക വളർച്ച അളക്കാനായിട്ട് ഒക്കെ എന്താവശ്യമാണ്? നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. അതുണ്ടായാൽ മാത്രമാണ് ദാരിദ്ര്യം അറിയാനായിട്ടും, അതുപോലെ തന്നെ എത്രമാത്രം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. അതും തിയറി തന്നെയാണ്. ദത്തങ്ങളുടെ ശേഖരണം. നമ്മൾ പറഞ്ഞു ഏകവചനാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഡാറ്റയെ ശേഖരിക്കാം, അവതരിപ്പിക്കാം, അപഗ്രഥിക്കാം, വിശദീകരിക്കാം. അപ്പോൾ ഏതൊക്കെ മെത്തേഡാണ് ഡാറ്റയുടെ ശേഖരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, അതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ടേമാണ്. ദത്തങ്ങളുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? പ്രാഥമിക ദത്തങ്ങളെന്നും ദ്വിതീയ ദത്തങ്ങളെന്നും പറയുന്നു. ദത്തങ്ങളുടെ ഉറവിടങ്ങൾ 2ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പ്രാഥമിക ദത്തം, പ്രൈമറി ഡാറ്റ. രണ്ടാമത്തേത് ദ്വിതീയ ദത്തം, സെക്കൻഡറി ഡാറ്റ. എന്താണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത്? അന്വേഷകൻ നേരിട്ട് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അന്വേഷകൻ നേരിട്ട് ശേഖരിക്കുന്ന ദത്തങ്ങളെയാണ് പ്രാഥമിക ദത്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്വേഷകൻ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റർ. ആരാണോ ദത്തങ്ങൾ ശേഖരിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അവരെയാണ് ഇൻവെസ്റ്റിഗേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അയാൾ നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ദത്തങ്ങൾ, അതിനെയാണ് പ്രാഥമിക ദത്തങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ മാർക്ക് അറിയാനായിട്ട് നേരിട്ട് അന്വേഷകൻ ശേഖരിക്കുന്നു, അല്ലെങ്കിൽ അന്വേഷകൻ നിയമിച്ച എന്യൂമറേറ്റർ മുഖേന ഡാറ്റ ശേഖരിക്കുന്നു. അതിനെയാണ് പ്രാഥമിക ദത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ദ്വിതീയ ദത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്വേഷകൻ നേരിട്ടല്ല, ഒരാൾ ശേഖരിച്ച ദത്തങ്ങൾ പിന്നീട് എടുത്ത് ഉപയോഗിക്കുന്നതിനെയാണ് ദ്വിതീയ ദത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂസ് പേപ്പർ ദ്വിതീയ ദത്തമാണ്. അല്ലെങ്കിൽ മാഗസീൻ, അല്ലെങ്കിൽ ഒരാൾ കളക്ട് ചെയ്ത ഡാറ്റാസ് വേറെ ഒരാളെടുത്ത് ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്ത എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തൊരു ഡാറ്റ വേറൊരു കുട്ടി അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ ദ്വിതീയ ദത്തം എന്ന് പറയും. ഇനി പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കാനുള്ള മാർഗങ്ങൾ പ്രധാനമായിട്ട് 4 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് വ്യക്തിഗതമായ അഭിമുഖ രീതി, രണ്ടാമത്തേത് തപാൽ മുഖേനയുള്ള ചോദ്യാവലി, മൂന്നാമത്തേത് ടെലഫോണിലൂടെയുള്ള വിവരശേഖരണം, നാലാമത്തേത് ഇൻ്റർനെറ്റ് ഓർ ഇമെയിൽ. അപ്പോൾ എന്താണ് വ്യക്തിഗതമായ അഭിമുഖ രീതി എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടേമാണ് ചോദ്യാവലി. എന്താണ് ചോദ്യാവലി? അതായത് നമ്മൾ എന്തിനെക്കുറിച്ചുള്ള ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്, അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ലിസ്റ്റ്, അതിനെയാണ് ചോദ്യാവലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചോദ്യാവലി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യാവലി അധികം ദൈർഘ്യമുള്ളതാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ചോദ്യങ്ങൾ വളരെ ലളിതമായിരിക്കണം, അതുപോലെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ളതായിരിക്കണം. അതുപോലെ നെഗറ്റീവ് അർത്ഥമുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പാടില്ല. അതുപോലെ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ അതിൽ ഉൾപ്പെടാനായിട്ട് പാടില്ല. പിന്നെ ചോദ്യങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു ചോദ്യാവലി എന്ന് പറയുന്നത് ഏതിനെക്കുറിച്ചുള്ള ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത് അതിനതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ്, അതാണ് ചോദ്യാവലി. ദെൻ ഒരു നല്ല ചോദ്യാവലിയുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, 3-4 പോയിന്റുകൾ പറഞ്ഞു, അത് എടുത്തെഴുതുക. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു പ്രാഥമിക ദത്തശേഖരണത്തിന് വേണ്ടിയിട്ട് 4 മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. വ്യക്തിഗതമായ അഭിമുഖ രീതി, തപാൽ മുഖേനയുള്ള ചോദ്യാവലി, ടെലഫോണിലൂടെയുള്ള വിവരശേഖരണ രീതി. അപ്പോൾ ചോദ്യാവലി എന്താണെന്ന് മനസ്സിലായി. പ്രാഥമിക ദത്തം ശേഖരിക്കാനുള്ള രീതികൾ 4 രീതി നമ്മൾ പറഞ്ഞു. ദെൻ പ്രാഥമിക ദത്തം ശേഖരിക്കാനുള്ള രീതികൾ നമ്മൾ പഠിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രാഥമിക ദത്തമാണ് പിന്നീട് ദ്വിതീയ ദത്തമാകുന്നത്. അപ്പോൾ പ്രാഥമിക ദത്തം ശേഖരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ ഏകവചനാർത്ഥത്തിൽ എന്താണ്, ബഹുവചനാർത്ഥത്തിൽ എന്താണ്, അതുപോലെ ദത്തങ്ങൾ ഏതൊക്കെയാണ്, പരിമാണാത്മക ദത്തങ്ങളും ഗുണാത്മക ദത്തങ്ങളും, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രാഥമിക ദത്തങ്ങൾ എന്താണ്, ദ്വിതീയ ദത്തങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ദെൻ പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ചോദ്യാവലിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ, അല്ലെങ്കിൽ ചോദ്യാവലി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓരോന്നും വളരെ കൃത്യമായിട്ട് നമുക്കിതിനകത്ത് ഓരോ വീഡിയോയിലൂടെയും നമുക്ക് പഠിക്കാം. ഓരോന്നും ഇടുന്നതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകുക. അപ്പോൾ എക്സാം ആകുമ്പോഴേക്കും നമ്മളതിനകത്ത് എക്സ്പേർട്ടായിത്തീരും. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക.